മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, ഗുരുവരനരുളുന്ന തിരുവചനങ്ങൾ അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. അഖിലാത്മനാഥനല്ലയോ, അഖില ലോകേശ്വരനല്ലയോ,
അഖിലാത്മനാഥനല്ലയോ അഖില ലോകേശ്വരനല്ലയോ അഖിലാത്മാക്കളിവായി വാഴും അഖില ലോകേശ്വരനല്ലയോ ആത്മാക്കൾക്കും ഉടയവനായ ആശ്രിത വത്സലനായ ഇഹപരലോകത്തിൻ്റെ ഉടമസ്ഥനായ ഇരേഴ് ലോകത്തിൻ്റെ അധിപതിയായ ഉറ്റവനായ ഉടയവനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഇപ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്താൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഉന്നതമായ ഈ ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ഒത്തുജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ മനോമന സന്താനങ്ങളെ, ഈ പുണ്യമാർന്ന ദിനത്തിൽ മകയിരം ബക്കനാളും ഞായറാഴ്ചയും ഒത്തുവന്നിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇപ്രകാരം ഒത്തുചേരുവാൻ മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിച്ച കാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകൾ ബഹുവിധമായ സങ്കല്പങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും നേർച്ചകൾ തിരുമുമ്പാകെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. ഓരോ നേർച്ചകളും മഹാശക്തി സ്വീകരിച്ച് അതിൻ്റേതായ സൽഫലങ്ങൾ ഓരോരുത്തർക്കും നൽകുമ്പോഴാണ് ആ നേർച്ച ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്നത്. അത് പല പല കാര്യങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി തന്നെ എന്തെല്ലാം കാര്യത്തിന് നേർച്ച പറയാറുണ്ട്. ഈ നേർച്ചകളൊക്കെ ഈ മഹാശക്തി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ തുകയുടെയോ അല്ലെങ്കിൽ കാഴ്ചവെക്കുന്ന ഒരു വസ്തുവിൻ്റെയോ മൂല്യം അനുസരിച്ചാണോ ഈ കാര്യങ്ങൾ നടപ്പിലാകുന്നത് എന്നൊരു പുനർചിന്തനം ചെയ്താൽ ദൈവത്തിൻ്റെ കാരുണ്യം എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ആത്മശാന്തിക്ക് വേണ്ടി പലരും കൊണ്ടുവന്ന് നിലവിളക്ക് സമർപ്പിക്കാറുണ്ട്. അത് അവരവരുടെ കഴിവിനനുസരിച്ചാണ്. ഇപ്പോൾ വലിയ 2 നിലവിളക്ക് സമർപ്പിച്ചു, ചെറുത് സമർപ്പിച്ചു. അതുപോലെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അത് ഇത്ര തുകയെന്നോ ഇന്ന വലിപ്പമെന്നോ ഒന്നും പറയുന്നില്ല, നിലവിളക്ക് സമർപ്പിക്കണമെന്നാണ് ഭഗവത് കൽപ്പന. അതും പ്രകാരം കൊണ്ടുവന്ന് സമർപ്പിക്കും. ആത്മശാന്തിക്ക് വേണ്ടിയാണ്. ഒരാത്മാവ് ഈ പ്രപഞ്ചത്തിൽ ജന്മമെടുത്ത നിമിഷം മുതൽ ആ ദേഹത്തിൽ നിന്ന് വേർപിരിയുന്ന നിമിഷം വരെ ജീവിച്ചത് എത്ര വർഷമാണോ അത്രയും വർഷം ചെയ്ത പലവിധമായ കർമ്മങ്ങൾ, അതിനകത്ത് സുഖത്തിന് കാരണമായതും ദുഃഖത്തിന് കാരണമായതും പാപത്തിന് കാരണമായതും ദോഷത്തിന് കാരണമായതും എല്ലാ വിധത്തിലുമുണ്ട്, പുണ്യങ്ങളുമുണ്ട്. എന്നാൽ പരിപൂർത്തീകരിച്ചല്ല ഒരു ജന്മങ്ങളും ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുന്നതിന് മുമ്പുള്ള ജീവിത രീതികളിൽ ഒരിക്കലും പരിപൂർത്തീകരണത്തിനുള്ള ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. സംഘത്തിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ് സത്യം എന്താണെന്ന് പോലും തിരിച്ചറിയുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല ജന്മമെടുത്തത് ആരാണ്, എന്തിനു വേണ്ടിയാണ്, ഏത് വിധത്തിലാണ് പൂർത്തീകരിക്കേണ്ടതെന്നും ആർക്കും അറിവില്ല. അപ്പോൾ അതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഈ ജന്മങ്ങളിലെല്ലാം കൂടി വന്ന ദോഷങ്ങൾ തീർക്കാൻ ഒരു നിലവിളക്ക്, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന നേർച്ച ചെറുതാണെന്ന് പറയുകയല്ല, നിങ്ങൾ ആ മഹാകാരുണ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും സ്വീകരിക്കപ്പെടുമ്പോൾ ഒരിടത്തും സ്വീകരിക്കാത്ത ചില ആത്മാക്കളെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. പല കർമ്മങ്ങൾ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവാക്കി കുടുംബം വരെയും വഴിയാധാരമാകുന്ന അവസ്ഥയിലാകുമ്പോഴായിരിക്കും ആരെങ്കിലും പറയുന്നത് ശുഭാനന്ദാശ്രമത്തിലൂടെയല്ലേ. അപ്പോൾ വരും, കണ്ണുനീരുമായി വരും. അപ്പോൾ പറയും, നിങ്ങൾ എല്ലാവരും കൂടെ സത്യം കേട്ടിട്ട് ഒരു നിലവിളക്ക് വാങ്ങിച്ചു ഇവിടെ വെക്ക്. സത്യം കേട്ട് പ്രാർത്ഥനയോടുകൂടി നിലവിളക്കൂടെ സമർപ്പിക്കുന്നു. ആത്മാവ് എവിടോട്ടോ പോകുന്നു. അവർക്കത്രയല്ലേ അറിയൂ. പിന്നെ ഈ ആത്മാവിനെക്കുറിച്ച് യാതൊരു അറിവും അവർക്കില്ല. അതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ആ വീട്ടിലില്ല. അതിനു മുമ്പ് കുഞ്ഞുങ്ങൾക്ക് രോഗം, വിദ്യാഭ്യാസം പറ്റുന്നില്ല, വിവാഹം പറ്റുന്നില്ല, ഭവന നിർമ്മാണം പറ്റുന്നില്ല. അങ്ങനെ വിവിധ വിധത്തിലാണ് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഓരോ കുടുംബങ്ങളിലും ദുഃഖമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവർ പഴയ ആചാരപ്രകാരം ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകും. അപ്പോൾ അവർ നോക്കിയിട്ടാണ് പറയുന്നതിന് ആത്മാവിജ്ഞാനം ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അത് ഏറ്റവും വേഗം ഒഴിക്കണം. അപ്പോൾ അവരറിയാവുന്ന വഴികളെല്ലാം പറഞ്ഞു കൊടുക്കും. അതിലൊക്കെ ചെന്ന് നോക്കും, ഒന്നും നടക്കാതെ വരുമ്പോഴാണ് അവസാനം വരുന്നത്. അപ്പോൾ ഈ ചെറിയ ഒരു കാര്യത്തിൽ ഇത്ര വലിയ ഒരു കാര്യത്തെ നടപ്പാക്കുന്നത്
നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നിങ്ങൾ കൊടുക്കുന്ന വസ്തുക്കളുടെ മൂല്യം അനുസരിച്ചല്ല നിങ്ങൾക്ക് ദൈവം ഫലങ്ങളെ ദാനം ചെയ്യുന്നു. ഇതുപോലെ കരുതുവാൻ എങ്ങനെ വർണ്ണിക്കും ആത്മനാഥ, എങ്ങനെ വാഴ്ത്തിടും കാരുണ്യത്തെ. അന്തമില്ലാതുള്ള കാരുണ്യത്തെ അഗതികൾക്കായി ചൊരിയുന്നോനേ. ഉന്നതനാകുന്ന ദൈവം അനുവദിച്ചു തരുന്ന ഈ മഹാകാരുണ്യത്തെ പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടത് ഓർമ്മിപ്പിക്കുന്നത്. ഈ നേർച്ച ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളിലെ ആ കൃത്യമായ വഴികളിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും ആ നേർച്ചയാക്കി തീർക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള നേർച്ചകൾ സ്വീകരിച്ച് ഈ കാരുണ്യം നിങ്ങളിലേക്ക് ചൊരിയുകയാണ്. അതാണ് സത്യം. യഥാർത്ഥമായ നേർച്ച നിങ്ങൾ ഓരോരുത്തരും സത്യരൂപമായി തീരുക എന്നുള്ളതാണ്. നിങ്ങൾ നേർച്ചയായി ഈശ്വര മുമ്പാകെ അർപ്പിക്കപ്പെടണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ സർവ്വതും നേർച്ചയായി തീരേണ്ട അവസ്ഥ അത് കൃത്യമായി ദൈവം അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. സത്യം പാലിച്ച് നീ ജീവിക്കുക. അതിനിടയിൽ വരുന്ന പ്രശ്നങ്ങൾക്കാണ് ചെറിയ ചെറിയ നേർച്ചകൾ പറയുന്നത്. ഇപ്പം ഈ നേർച്ച പറഞ്ഞു കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ്. ഈ അടുപ്പം നിന്നിലെ വിശ്വാസത്തെ ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ ആശ്വാസത്തിൽ കൂടി വിശ്വാസവും വിശ്വാസത്തിൽ കൂടി ആശ്വാസവും ഉറപ്പിക്കപ്പെടുമ്പോൾ ഓരോരുത്തരും സത്യരൂപമായി തീരും. ആ നേർച്ചയാണ് ദൈവം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത്. അല്ലാതെ ഈ ചെറിയ നേർച്ചകളൊന്നുമല്ല. അത് ബാഹ്യവശാലുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയൊക്കെ ഇതും സ്വീകരിക്കുകയാണ്. അല്ലാതെ നിവൃത്തിയില്ലല്ലോ, അല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ബാഹ്യവശാലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ബാഹ്യം തന്നെ വേണം. പക്ഷെ യഥാർത്ഥമായ നേർച്ച എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ഗുരു മുമ്പാകെ പറഞ്ഞത് എന്താണ്? നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ്. എൻ്റെ യഥാർത്ഥ വാക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഉപദേശഭാഗമായതുകൊണ്ട് കൂടുതൽ പറയാത്തതാണ്. അപ്പം അങ്ങനെ നേർച്ചയായി തീരുമാനിക്കപ്പെട്ട ജന്മങ്ങൾ നേർച്ചയായി തന്നെ ജീവിതം ചെയ്യണം. ഇപ്പം നമ്മളിവിടെ കുഞ്ഞിനെ അടിമ കിടത്തി. അവർ ഗൂഡല്ലൂരിൽ നിന്ന് വന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ഈശ്വരൻ്റെ കാരുണ്യത്തോടുകൂടി ലഭിച്ച കുഞ്ഞിനെ തിരുമുമ്പാകെ കൊണ്ടുവന്ന് അടിമ കിടത്തി. എന്നിട്ട് അവരൊരു തുക എനിക്ക് തരും. എന്തിനാണെന്നറിയോ? ഈ കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ വേണ്ടിയാണ്. കുഞ്ഞിന് വില, അതാണ് അതിൻ്റെ നിയമം. അങ്ങനെയാണ്. പലർക്കും അതറിയില്ല. കാരണം ഒരു ദക്ഷിണ തന്നിട്ടാണ് പലരും വാങ്ങിക്കുന്നത്. അതിൻ്റെ നിയമപ്രകാരം കുഞ്ഞിനെ അടിമ കിടത്തിയാൽ കുഞ്ഞ് ഇവിടുത്തെയാണ്, അല്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ തിരികെ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു. ഒരു വില വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഇതിനെ ആദർശ ശുദ്ധിയോടുകൂടി വളർത്തിക്കൊണ്ടുവരണം. കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത് ദൈവം കൊടുത്തതാണെങ്കിലും അവരുടെ കുഞ്ഞായിരുന്നു. തിരികെ കൊടുക്കുമ്പോൾ അത് ആശ്രമത്തിലെ കുഞ്ഞാണ്. സന്നിധാനത്തിലെ കുഞ്ഞിനെയാണ് തിരികെ കൊടുത്തത്. അവർ പ്രാർത്ഥിച്ചു, അവർ പാടുപെട്ടു, അവർക്കുണ്ടായ കുഞ്ഞാണ്. പക്ഷേ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതാരുടെയാണ്? അത് ഭഗവാന്റേതാണ്. അപ്പം അതിനെ തൽക്കാലത്തേക്ക് അവർക്ക് വളർത്താൻ കൊടുക്കാൻ വേണ്ടി ഒരു വില വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ സന്തോഷവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അവർക്ക് അനുഭവമാകുവാൻ വേണ്ടി. കാരണം സന്താനങ്ങളില്ലെങ്കിൽ വലിയ ദുഃഖമാണ് പലർക്കും. അങ്ങനെ ദുഃഖിക്കുന്ന അനേകം ആളുകളുണ്ട്. അതിന് പരിഹാരവും ദൈവം കൊടുത്തിട്ടുണ്ട് പലർക്കും.
അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളും ഇന്ന് ഈ കൂട്ടത്തിലുണ്ട് താൻ. അപ്പോൾ ഏതായാലും ഇതിനെ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ കൃത്യമായി അതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടുന്ന ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾക്കാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ സമർപ്പിക്കപ്പെട്ടവരല്ലേ? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കണം. നമ്മൾ ഓരോരുത്തരും വെറ്റില, ചക്രം, പാക്ക് ഇത് വെച്ച് ഗുരുവുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. എന്തിന്? ഈശ്വര ഇച്ഛകൾ ചെയ്യുവാനും ഈശ്വരനാനന്ദിച്ചിടുവാനും ഈശ്വരനു നേർച്ചയായിട്ടെന്നെ അർപ്പിച്ചതാകുന്നു സർവേശ്വര. അങ്ങനെ ഓരോരുത്തരും ഈശ്വര മുമ്പാകെ നേർച്ചയായി നിൽക്കുന്നവരാണ്. ആ ഓർമ്മയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നിത്യാനന്ദത്തിലെത്തും, ഗുരുവിൻ്റെ നേർച്ചയായി തീരുകയും ചെയ്യും. പലർക്കും ഇതിൻ്റെ അന്തസാരം അറിയാതെയാണ് ജീവിതം ചെയ്തു പോകുന്നത്. ഇത് ഏതാണ്ടൊരു ചടങ്ങാണ്, സത്യം കേൾക്കുക, ഇവിടെ വന്ന ഉടനെ സത്യം കേൾക്കണം, കേട്ടു, പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പോവുക. അതല്ല, ഗുരുവിൻ്റെ ഇഷ്ടത്തിനാണ് പിന്നെ എല്ലാം വരേണ്ടത്. നിയമപുസ്തകത്തിലെ ആദ്യത്തെ വാചകം തന്നെ അതാണ് പറയുന്നത്. സർവവും പിന്നെ ശുഭാനന്ദ ഗുരുവാണ്. ആ ഓർമ്മയോടുകൂടി വേണം സർവ്വകാര്യങ്ങളും നമ്മൾ നടത്താൻ. ഒരിക്കലൊരു കുഞ്ഞ് സ്വന്തം അമ്മയോട് എന്തോ ഒരു വാഗ്വാദം ഉണ്ടായപ്പോൾ, ഒരു പിണക്കം ഉണ്ടായപ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ആരെയും പ്രേമിക്കാനും കാമിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്, പിന്നെന്തുവാ ഇത്ര വലിയ കുറ്റം പറയാൻ. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൽ വെളിയിലോട്ട് ഇറങ്ങിയ ഉടനെ 3-4 പേരെ സ്നേഹിച്ചും പല വിധത്തിൽ ആ വിധ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുമൊക്കെ ജീവിക്കുന്നതാണ് ശരി. അപ്പം അതിനേക്കാൾ നല്ല ജീവിതം നയിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വർത്തമാനമായിട്ട് പറയുകയാണ് അമ്മയോട്. അമ്മയ്ക്ക് ശരിയായ മറുപടി പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അമ്മ കേട്ടുകൊണ്ട് ഇനി വന്നു. ആ അമ്മ ജീവിച്ച ജീവിതം ഈ മകളോട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഞാനിതിനേക്കാൾ നല്ല ജീവിതം നയിച്ചാണ് വന്നത്, ഇപ്പം ലോകം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എൻ്റെ കുറ്റമല്ലല്ലോ എന്നമ്മ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ മകളുടെ മുമ്പിൽ ജയിക്കാം. പക്ഷെ അമ്മ ജയിക്കാനല്ല നോക്കിയത്, അതിനെ തിരുത്താൻ ഉള്ള ജീവിതം ചെയ്യുകയാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. ആത്മബോധോദയ സംഘത്തിൽ വന്നു, മദ്യപാനം ഒഴിവാക്കി, ആ വിധത്തിലുള്ള പല ദുഷ്കൃത്യങ്ങൾ ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം പരിപൂർണതയിൽ എത്തുന്നില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണമെങ്കിലേ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. നല്ലതിനെക്കുറിച്ചുള്ള ഒരു നല്ല ബോധം ഓരോരുത്തരിലും ഉണ്ടാവണം. അതിനെ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അങ്ങനെ കൃത്യവും സത്യവുമായ തിരുവിഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിച്ചു വരുമ്പോഴാണ് ഒരാത്മാവ് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നത്. അങ്ങനെ ജീവിച്ച് വളർന്നു വന്ന ഉന്നതനാകുന്ന ഒരാത്മാവ്, ഉന്നതമാകുന്ന ഒരാത്മാവ്, സ്വർഗസിംഹാസനമായി തീർന്ന ഒരാത്മാവ് 17 സംവത്സരക്കാലം അത്ഭുത കലകളോടുകൂടി ശുഭാനന്ദ ദിവ്യ തപോശക്തി അതിലേക്ക് എഴുന്നള്ളി വാണിരുന്നുകൊണ്ട് രക്ഷിച്ചതിൻ്റെ സ്മരണയാണ് നമ്മൾ ഈ മകയിരം പക്കനാൾ ദിനത്തിൽ ഈ സ്തുതിയായി നടത്തുന്നത്. ആ ജീവിത വഴി വളരെ ത്യാഗപൂർണമായ ജീവിത വഴിയായിരുന്നു. വളരെയേറെ പരീക്ഷണങ്ങൾ, പട്ടിണിയും പരിവട്ടവും ഒക്കെ സഹിച്ച് ജീവിച്ചു വന്ന ഫലമാണ് ഇന്ന് ആരാധ്യനായി തീർന്നിരിക്കുന്നത്. അപ്രകാരമുള്ള ജീവിതം നമ്മൾ ചിന്തിച്ച് ആ വിധത്തിലായിത്തീരുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. ത്യാഗബോധം ഓരോരുത്തരിലും വരുത്തുവാനാണ് ദൈവം ത്യാഗം സഹിക്കുന്നത്. അത് ഓർത്തുകൊണ്ട് ഓരോരുത്തരും ജീവിതം ചെയ്യുക. സൽബുദ്ധിയായി സൽക്കർമ്മികളായി ഓരോ ജന്മങ്ങളും രൂപപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ആരാധനയിൽ കൂടി ആനന്ദിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുവദിക്കുമാറാകട്ടെ. പരമപുരുഷനുടെ പരമാനന്ദ രാജ്യത്തിൽ പരിചോടെ വസിക്കുന്നു കരുണാമൂലം. പരമാപുരുഷനുടെ പരമാനന്ദ രാജ്യത്തിൽ
പരമാനന്ദ രാജ്യത്തിൽ, ഉന്നതനാകുന്ന പരമഗുരുവിന്റെ ഈ പരമാനന്ദ രാജ്യത്തിൽ ആ മഹാകാരുണ്യത്തിൽ കൂടി എത്തിച്ചേർന്നവരാണ് ഈ ആരാധനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. ആ മഹാകാരുണ്യത്തിൽ കൂടി എത്തിച്ചേർന്നവരാണ് ഈ ആരാധനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ആത്മബോധോദയ സംഘാംഗങ്ങളായി ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും, ഈ ആത്മബോധോദയ സംഘാംഗങ്ങളായി ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും, ഇതിൽ കൂടി ജീവിച്ചു കടന്നുപോയവരും ഇതിൽ കൂടി ജീവിച്ച് കടന്നുപോയി ഈ മഹാഭാഗ്യമാണ് അനുഭവിക്കുന്നത്. മഹാഭാഗ്യമാണ് അനുഭവിക്കുന്നത്. ഇത് പരമാനന്ദ രാജ്യമാണ് ആത്മബോധോദയ സംഘം എന്ന നാമത്തിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത്. പരമാനന്ദ രാജ്യമാണ് ആത്മബോധോദയ സംഘം എന്ന നാമത്തിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത്. പരമാനന്ദത്തിന്റെ ഉടമസ്ഥനാകുന്ന പരമാത്മാവിനാൽ അല്ലാതെ പരമാനന്ദ രാജ്യം സ്ഥാപിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ളവർ വേറെ ലോകത്തിലില്ല. പരമാനന്ദത്തിന്റെ ഉടമസ്ഥനാകുന്ന പരമഗുരുവിനാൽ അല്ലാതെ പരമാനന്ദ രാജ്യത്തെ സ്ഥാപിക്കുവാൻ കഴിവും പ്രാപ്തിയുള്ളവരാരും പ്രപഞ്ചത്തിലില്ല. ഇഹവര ലോകത്തിലില്ല. പരമാത്മാവിന്റെ അധിവാസ സ്ഥലമാണ് പരമാനന്ദ രാജ്യം. പരമാത്മാവിന്റെ അധിവാസ സ്ഥലമാണ് പരമാനന്ദ. ആ പരമാനന്ദ രാജ്യത്തിലേക്കാണ് നിങ്ങളെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നത്. ആ പരമാനന്ദ രാജ്യത്തിലേക്കാണ് നമ്മളെ ചേർത്ത് ജാതിമത ഭേദബുദ്ധികളെല്ലാം മറന്ന്, ആത്മബോധോദയം ആത്മാവിൽ കണ്ട്, ആത്മാവും പരമാത്മാവുമായി ചേർന്ന് ആനന്ദിക്കുന്ന അവസ്ഥ. ജീവാത്മാവും പരമാത്മാവും ഏകോപിച്ചാലാനന്ദം. ജീവാത്മാവും പരമാത്മാവും ഏകോപിച്ചാലാനന്ദം. ആനന്ദം പരമാനന്ദം, ദുഃഖമില്ലാത്താനന്ദം. ജീവാത്മാവും പരമാത്മാവും ഏകോപിച്ചാലാനന്ദം. ആനന്ദം പരമാനന്ദം, ദുഃഖമില്ലാത്താനന്ദം. ലോകം മറന്നിടുന്നു, ദേഹം മറന്നിടുന്നു. ലോകം മറന്നിടുന്നു, ദേഹം മറന്നിടുന്നു. ആത്മബോധം ഉദിക്കുന്നു, ആനന്ദമാടിയിടുന്നു. ലോകം മറന്നിടുന്നു, ഈ ദേഹം മറന്നിടുന്നു. ആത്മബോധം ഉദിക്കുന്നു, ആനന്ദമാടിയിടുന്നു. പരലോകനാഥനാകുന്ന പരമാത്മാവിന്റെ കാരുണ്യത്താൽ ഉണ്ടാകുന്ന അനുഭവമാണിത്. ഉന്നതമായ വിദ്യുത് ശക്തി ഇപ്പോൾ നമ്മുടെ പള്ളിവാസലിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കുറവും കൂടുതലും കണക്കുകളും ഒക്കെ ഇപ്പോൾ പ്രചാരമായി പത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഉടനെ കറണ്ട് കട്ട് വരും, അതുപോലെ വരും, ഇങ്ങനെ വരും, അങ്ങനെ വരും, ഇത്ര വൈദ്യുതിയേ ഉള്ളൂ, ഇത്ര ജലമേ ഉള്ളൂ എന്നൊക്കെ കണക്കുകളൊക്കെ പറയാറുണ്ട്. കുറഞ്ഞാലും കൂടിയാലും വിദ്യുത് ശക്തി ഒരു ശക്തി തന്നെയാണ്. ആ ശക്തി അവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോ ഇവിടെ നമുക്ക് ഇത്ര കിലോമീറ്റർക്ക് ഇപ്പുറത്ത് ഒരു വീട്ടിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അതിന് വൈദ്യുത ബോർഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ചില നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ഭവനത്തിൽ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തണം. അതിന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, അതിന് വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളെല്ലാം അവിടെ നിന്ന് തരും. അല്ല നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാനല്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചാൽ അവർ കണക്ഷൻ തരികയില്ല. അപ്പൊ അതിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമം അറിയുന്ന ലൈസൻസ് ഉള്ള ഒരാൾ വന്ന് ഇതിനെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ സൈനോടുകൂടി അപേക്ഷ കൊടുത്തെങ്കിൽ
ഉണ്ടെങ്കിലേ ഈ സാധനം നമ്മുടെ വീട്ടിലെത്തുകയുള്ളൂ. ഇതിന്റെ നിയമം അറിയുന്ന ലൈസൻസ് ഉള്ള ഒരു ആൾ വന്നതിനെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ സൈനോടുകൂടി അപേക്ഷ കൊടുത്തെങ്കിലേ നമുക്ക് വിദ്യുച്ഛക്തി കിട്ടുകയുള്ളൂ. അത് കാരണം എന്താണ്? ഈ ലൈസൻസ് ഉള്ള ആൾ ഇത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുള്ള ഉറപ്പാണ് വൈദ്യുതി ബോർഡിനുള്ളത്. ലൈസൻസ് ഉള്ള ആൾ കൃത്യമായി കൈകാര്യം ചെയ്യുവാനുള്ള ഉറപ്പാണ് വൈദ്യുതി ബോർഡ്. കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ചില വീഴ്ചകളൊക്കെ വരുത്തുന്നിടത്താണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ വൈദ്യുതി നമ്മുടെ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ക്രമീകരണം നമ്മൾ നമ്മുടെ ഭവനത്തിൽ നടത്തണം. അപ്പോൾ ആ കണക്ഷൻ എത്തും. അപ്പോ കണക്ഷൻ എത്തിക്കഴിയുമ്പോൾ എല്ലാ ഉപകരണങ്ങളും നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഇതുപോലെ ദൈവം ലോകത്തിൽ അവതാരമായി വന്ന ഒരു ശരീരത്തിൽ വാഴുന്നു. ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരെ ചിന്തിക്കാൻ പറ്റും അത്രത്തോളം ചിന്തിക്കുക. ഉണ്ടായ കണ്ണുകൊണ്ട് ഉണ്ടായതെല്ലാം കണ്ടു എന്ന് നമ്മൾ പാടുന്നു. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് എല്ലാം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഈ ജന്മത്തിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എല്ലാം ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാം കണ്ടവരാരെങ്കിലും ഉണ്ടോ? അനേകം രാജ്യങ്ങളിൽ പോയവർ ഈ കൂട്ടത്തിലുണ്ട്. അനേകം വിധ സഞ്ചാരങ്ങൾ നടത്തിയവരുണ്ട്. ഇതെല്ലാം നടത്തിയവർക്കും എല്ലാം കാണാൻ പറ്റുമോ? ഇപ്പൊ ഒരു ലക്ഷ്യം വെച്ചൊരു സ്ഥലത്തേക്ക് പോകുന്നു. യാത്രാമധ്യേ നമ്മൾ പലതും കണ്ടുകൊണ്ട് ഇങ്ങനെ പോകും. ഇടയ്ക്ക് നമ്മൾ ഉറങ്ങിപ്പോകും. ഉറക്കം ഉണരുന്നത് വരെ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. ഈ വഴിമധ്യേ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായില്ല. എല്ലാം കാണാനും പറ്റില്ല. എങ്കിലും കണ്ടു എന്ന് അവർ അവകാശപ്പെടാം. ഈ ഉറങ്ങിയ സമയത്ത് കണ്ടില്ല. ഇതുപോലെ അങ്ങനെ അങ്ങോട്ട് ഓരോന്ന് ചിന്തിച്ചാൽ എത്ര വരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ കാണപ്പെടാത്തത് അനേകം വേറെ നിൽക്കുകയാണ്. കാണപ്പെടുന്നത് മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. കാണപ്പെടാത്തത് വലുതും കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ദിനേശ് സാർ പറഞ്ഞതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അവരൊക്കെ പലതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ എല്ലാം ഉൽപ്പാദിപ്പിച്ച, ഇതിന്റെ എല്ലാം ഉള്ളും പുറവുമായി വാഴുന്ന ആ ദൈവം ഇവിടെ പ്രത്യക്ഷമായി നിന്ന് ഈ വിധത്തിൽ അനുഭവം തരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ക്രമീകരണം നമ്മുടെ ഉള്ളിൽ നടത്തണം. എന്തിന്? സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയ. സത്യമെന്ന അവിടെ എത്തുകയുള്ളൂ, അവിടെ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. സത്യജീവിതമാണ് നമ്മൾ ഓരോരുത്തരിലും പൂർത്തിയാക്കപ്പെടേണ്ടത്. അതാണ് നമ്മളിൽ നടക്കേണ്ട ക്രമീകരണം. അപ്പൊ ഏത് വകുപ്പിലും നമുക്ക് കണക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. കണക്ഷൻ എടുക്കുമ്പോ, ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുക്കുമ്പോ അതിന് പ്രത്യേക സ്ലാബൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ ഇത്ര യൂണിറ്റ് എടുക്കാവുന്ന നിയമമുണ്ട്. ഇതിന് നിയമം അങ്ങനെ ഒന്നും ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ വേറൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എത്ര സത്യം നീ പാലിക്കുന്നു അത്രത്തോളമേ ഇത് അനുഭവമാവുകയുള്ളൂ. അല്ലാതെ യൂണിറ്റ് അവിടെ ക്രമീകരിച്ചിട്ടില്ല. അളവില്ലാതെ അനുവദിച്ചിരിക്കുകയാണ്. പക്ഷെ അത് മുഴുവൻ അനുഭവിക്കണമെങ്കിൽ നീ സത്യം കൊണ്ട് രൂപപ്പെട്ടു വരണം. ആ രൂപപ്പെടുത്തലിനാണ് ഈ നിയമങ്ങളെല്ലാം വെച്ചത്. അങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഓ മതി വരുമോ കണ്ണ നിന്നോട് കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നോട് കളിയാട്ടം, കളങ്കമറ്റാത്മാക്കൾ
എന്ത് കളങ്കം മറ്റു മാറണം. ആ, അതിനാണ് ഈ നിയമങ്ങളെല്ലാം. പലർക്കും ഇതിന്റെ വ്യവസ്ഥകൾ മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ മുൻകൂട്ടി അറിയിക്കാറുണ്ട്. ഓരോന്നിന്റെയും തത്വം അറിഞ്ഞ് നമ്മൾ ഇതിൽ ബന്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ പ്രധാനമായുള്ളത് ഈ സ്തുതി തന്നെയാണ്. പുറമേ നിന്ന് ഇതിനെ വീക്ഷിച്ചാൽ കുറെ പേര് പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, കുറെ പേര് തുള്ളുന്നു. ഇത് തന്നെ ഇവിടുത്തെ പരിപാടി. ഇതാ ഇവിടെ നടക്കുന്ന പരിപാടി അല്ല എന്തുവാ എന്നേ ചിന്തിക്കൂ. എന്നാൽ ഇതിന്റെ തത്വം അറിഞ്ഞാണ് നമ്മൾ ഓരോന്നിലും ബന്ധിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ കീർത്തനം ഇന്നിപ്പോ മകയിരം പക്കനാളാണ്. ഇപ്പൊ ആ ഉന്നതമായ വാഴ്ച 17 സംവത്സര കാലം അനേകം വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടിച്ചമർത്തിക്കൊണ്ട് എൻ്റെ തമ്പുരാൻ ലോകത്തിൽ വാണിരുന്നു എന്ന ചിന്തയോടുകൂടി ഉന്നതമായ തിരുവാഴ്ച ആ 17 വർഷക്കാലം അനേകം വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടിച്ചമർത്തി എന്റെ പൊന്നുതമ്പുരാൻ ത്യാഗിയായി ലോകത്തിൽ വാണിരുന്നു, എനിക്ക് വേണ്ടി വാണിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വാണിരുന്നു ഓരോ കീർത്തനങ്ങളും നമ്മൾ പാടുമ്പോൾ സൃഷ്ടിച്ച സൃഷ്ടിതാവേ അങ്ങേ സ്തുതിച്ചിടുന്നേ, സൃഷ്ടിച്ച കരുണയാൽ ആത്മാക്കളെ എന്നും രക്ഷിച്ചിടണേ. ഒരവസരത്തിൽ ദൈവ തിരുമുമ്പാകെ അപേക്ഷിക്കുവാൻ ദൈവം തന്ന കീർത്തനങ്ങളാണ്. അതുപോലെ അനേക സന്ദർഭങ്ങളിൽ അനേകം ആവശ്യങ്ങൾക്കായി ദൈവം കീർത്തിച്ചതാണ് നമ്മുടെ കീർത്തനങ്ങളെല്ലാം. എന്നാൽ ഇന്ന് ഈ ദിവസത്തിൽ ഈ ചിന്തയോടും ഓർമ്മയോടും ഭക്തിയോടും നന്ദിയോടും കൂടി നമ്മൾ ഇതൊക്കെ കീർത്തിക്കുമ്പോ ആ രൂപത്തെ കാണുകയാണ്, ആ വാഴ്ചയെ ചിന്തിക്കുകയാണ്, അതിൽ നിന്നുണ്ടായ സൽഫലങ്ങളെ അനുഭവിക്കുകയാണ്. വീണ്ടും വീണ്ടും ആ തൃപ്പാദത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. കൈവിടാൻ അങ്ങേ പാതയെ ആശ്രയിക്കുന്ന ഈശ്വര എന്ന വ്യവസ്ഥയിൽ ആ നന്ദിയോടുകൂടി നമ്മൾ ഈ സ്തുതിയിൽ ഇടപെടുമ്പോൾ അത് പ്രത്യേകമായ ഒരു അനുഭൂതി വിശേഷമായി മാറുകയാണ്. ഇത് ഇന്നിപ്പോൾ ഈ ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ പ്രത്യേകത ഇന്ന് തോന്നുന്നുണ്ട് എന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നവരെന്ന് കൈയടിച്ചു കേട്ടാൽ അനുഭവിച്ചറിയണം പരമാത്മാവിന്റെ വാഴ്ച, വർണ്ണിപ്പാൻ കഴിയില്ലേ ഹൃദയം കൊണ്ട് കൂടുതൽ അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. ബാഹ്യം കൊണ്ട് അളക്കാനല്ല ശ്രമിക്കേണ്ടത്, ആന്തരികമായി ഇതിലേക്ക് ഇറങ്ങുവാനാണ് പരിശ്രമിക്കേണ്ടത്. ബാഹ്യം പരിശോധിച്ചറിഞ്ഞു നിങ്ങൾ തിരിച്ചു പോയാൽ ഇത് പലതിനും രൂപമാറ്റം വരുന്നതാണ്. ഇത് തത്വങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്, ആ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഓരോ നിമിഷവും ഇതിന് അഴിവ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അനുഗ്രഹിക്കുക. ഇതിനെല്ലാം രൂപമാറ്റം സംഭവിക്കും. ഇതിനെല്ലാം രൂപമാറ്റം സംഭവിക്കും. ഏതിന്? ഈ ബാഹ്യാവസ്ഥകൾക്കെല്ലാം. എന്നാൽ ആന്തരിക അവസ്ഥയ്ക്ക് ദിനംതോറും വളർച്ചയും ഉയർച്ചയുമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണെങ്കിൽ അവതാര തിരുശബ്ദത്തെ അനുസരിച്ചു ജീവിക്കുകയാണെങ്കിൽ ആത്മാവിന് എന്തുണ്ടാകും? ആത്മാവിന്റെ വളർച്ച. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. അവതാരം അറിയിക്കുന്ന അറിവിൽ കൂടി ജീവിതം ചെയ്യുന്ന ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കും. ഉയർന്നുകൊണ്ടേയിരിക്കും. അതിന് പകരം ബാഹ്യമായ കാര്യങ്ങൾ കണ്ട് അതിനെ വിലയിരുത്തി നമ്മൾ മുമ്പോട്ട് പോയാൽ പലതും ക്ഷയിച്ചു പോകുന്നെന്നും കുറഞ്ഞു പോകുന്നെന്നും ഒക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. നിമിഷം തോറും വളരുന്ന ഈ സുന്ദരാവസ്ഥയെ കാണുവാൻ കാഴ്ചയില്ലാതെ പോകും. അങ്ങനെ ആകരുത്. ഉള്ളിലെ കുറ്റൊന്നു നോക്കിയിടുക. ആത്മസ്വരൂപത്തെ കാണുന്നുണ്ടോ? സൃഷ്ടിക്കു മുൻപായി സൃഷ്ടിരൂപൽ ഏകനായി ചിന്തിച്ച ചിന്തയല്ലോ. സൃഷ്ടിക്കു മുൻപായി സൃഷ്ടിതാവൂ ഏകനായി ചിന്തിച്ച ചിന്തയല്ലോ. ആത്മസ്വരൂപമായി കാണുന്നത് നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ആ സ്വരൂപം. ആത്മസ്വരൂപമായി കാണുന്നത് നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ആ സ്വരൂപം. സൃഷ്ടാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്തുയർന്നാൽ നിന്നിൽ വാഴുന്ന രൂപത്തെ നിന്നിൽ കാണാം. സൃഷ്ടാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്തുയർന്നാൽ നിന്നിൽ വാഴുന്ന രൂപത്തെ നിന്നിൽ കാണാം. സത്യധർമാദികൾ കൊത്ത വീതം ജീവിതം ചെയ്യുകിൽ സിദ്ധമാകും. സത്യധർമാദികൾ കൊത്ത ജീവിതം ചെയ്യുകിൽ സിദ്ധമാകും. ആത്മസ്വരൂപത്തെ ദർശിക്കുമ്പോൾ ഉള്ളത്തിൽ കാണാം ഭഗവത് രൂപം. ആത്മസ്വരൂപത്തെ ദർശിക്കുമ്പോൾ ഉള്ളത്തിൽ കാണാം
തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. ആനന്ദമേ പരമാനന്ദമേ ആത്മബോധോദയ സംഘത്താലേ. ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ആത്മബോധോദയ സംഘത്താലേ. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. ആനന്ദമേ പരമാനന്ദമേ ആത്മബോധോദയ സംഘത്താലേ. ആനന്ദമേ പരമാനന്ദമേ ആത്മനാഥന്റെ കരുണയാലേ. ആനന്ദമേ പരമാനന്ദമേ ആത്മനാഥന്റെ കരുണയാലേ. ആനന്ദമേ പരമാനന്ദമേ ആത്മനാഥന്റെ കരുണയാലേ. ആനന്ദമേ പരമാനന്ദമേ ആത്മബോധോദയ സംഘത്താലേ. ആനന്ദമേ പരമാനന്ദമേ ആത്മനാഥന്റെ കരുണയാലേ. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല.
നോക്കിടുക, ആത്മസ്വരൂപത്തെ കാണുന്നുണ്ടോ? അതിനുള്ള കാഴ്ച ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള കാഴ്ച ലഭിക്കണമെങ്കിൽ എന്ത് ഈ വേണം? സത്യധർമാദികൾ പൂർത്തീകരിക്കപ്പെടണം. സത്യധർമാദികൾ പൂർത്തീകരിക്കപ്പെടണം. സത്യധർമാദികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഉൾക്കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. സത്യധർമാദികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഉൾക്കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. ആ കാഴ്ചയ്ക്കാണ് നമ്മൾ പൂരം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചയ്ക്കാണ് നമ്മൾ പൂരം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനക്കണ്ണു താനല്ലോ പൂരം നക്ഷത്രം, ജ്ഞാനമുള്ളോരു ഉള്ളിലെല്ലാം പൂരം നക്ഷത്രം. ജ്ഞാനക്കണ്ണ് താനല്ലോ പൂരം നക്ഷത്രം, ജ്ഞാനമുള്ളവരുള്ളിലെല്ലാം പൂരം നക്ഷത്രം. അതാണ് നമ്മളിൽ തെളിയിക്കുവാൻ ഈശ്വരൻ ഈ പെടാപ്പാട് വിടുന്നത്. അതാണ് നമ്മളിൽ തെളിയിക്കുവാൻ ഭഗവാൻ ഈ പെടാപ്പാട്. ഓമന സന്താനങ്ങളെ, ഉന്നതനാകുന്ന ദൈവം നിങ്ങൾക്കായി ദാനം ചെയ്തിരിക്കുന്ന ഉത്തമമായി ആദർശത്തെ, അതിന്റെ എല്ലാ വ്യവസ്ഥകളും തത്വങ്ങളും തിരിച്ചറിഞ്ഞ് എന്തിനാണ് ബക്കനാൾ സ്തുതി, എന്തിനാണ് ധാരാസ്തുതി, എന്തിനാണ് ആചാര്യസ്തുതി, എന്തിനാണ് 12 വെള്ളിയാഴ്ച വ്രതം, എന്തിനാണ് ജന്മനക്ഷത്ര മഹോത്സവം, എന്തിനാണ് ജന്മനക്ഷത്ര സ്തുതി, എന്തിനാണ് നിത്യാരാധനകൾ, എന്തിനാണ് വെള്ളിയാഴ്ച ആരാധന, എന്തിനാണ് ഞായറാഴ്ച ആരാധന, എല്ലാം അതിന്റെ തത്വാധിഷ്ഠിതമായി പരിശോധിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ പിന്നെ ആനന്ദമല്ലാതൊരു ഭാവമില്ല. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. തന്നോട് ചേർന്നു രമിച്ചിടുമ്പോൾ ആനന്ദമല്ലാതൊരു ഭാവമില്ല. സത്യധർമാദികൾ പൂർത്തിയായാൽ ആനന്ദമല്ലാതൊരു ഭാവമില്ല. ആനന്ദമേ പരമാനന്ദമേ അന്നബോധോദയ സംഘത്താരേ. ആനന്ദമേ പരമാനന്ദമേ ആത്മനാഥന്റെ കരുണയാലേ. ആ മഹാകാരുണ്യത്തിലൂടെ ദൈവം നിങ്ങളെല്ലാം ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്കിടയിൽ കുരുക്കുണ്ടാക്കുകയും ഇടയ്ക്ക് കിടന്ന് വലയൊന്നും ചെയ്യാതെ. ഇന്നലെ നമ്മുടെ ഒരു സന്യാസിയമ്മ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നിട്ട് പറഞ്ഞ് ഭഗവാന്റെ ഫോട്ടോയെ കിടക്കുന്ന മാല കുരുങ്ങി കിടക്കുമായിരുന്നു. അപ്പൊ ഈ ഗ്ലാസിനുള്ളിൽ നമ്മൾ മാല ഫിറ്റ് ചെയ്താൽ കുരുക്ക് വന്നാൽ പിന്നെ അത് എടുക്കാൻ വലിയ പ്രയാസം. അപ്പൊ അതിനിടയിൽ അത് എങ്ങനെയോ കുരുങ്ങിപ്പോയി. അപ്പൊ അത് കണ്ടപ്പോ ഒരു പ്രയാസം. അത് നേരെ കിടക്കുമ്പോഴാണല്ലോ അതിന്റെ സൗന്ദര്യം. എന്നതുപോലെ മണിമുത്തുകളെ പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഈ കണ്ടത്തിലേക്ക് ചേർത്തെടുത്ത് നിലനിർത്തി ഉയർത്തുമ്പോൾ അവിടെ കിടന്ന് പടലപ്പിണക്കം പിണങ്ങാതെ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ നിത്യവും ജീവിതം ചെയ്തു കൊള്ളുക. സത്യം എന്താണെന്നും ധർമ്മം എന്താണെന്നും പൂർണ്ണമായും അറിഞ്ഞിരിക്കണം. സത്യം സൂര്യനാണെങ്കിൽ ധർമ്മം അതിന്റെ പ്രകാശമാണ്. അപ്പോ സദ്ഗുരുവിന്റെ ജ്ഞാനവിജ്ഞാനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സത്യധർമാദികൾ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ധർമ്മകർമ്മം എന്ന് പറയുന്നത്. ദൈവം അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ജീവിക്കുന്നതാണ് ധർമ്മകർമ്മം. ധർമ്മകർമ്മം ഏകീഭവിക്കുമ്പോഴാണ് സത്യരൂപമായി മാറുന്നത്. വിവിധ ധർമ്മകർമ്മങ്ങൾ ഏകീഭവിക്കുമ്പോൾ സത്യത്തിന്റെ ഒരു കണിക നിന്നിൽ പൂർത്തീകരിക്കപ്പെടും. അല്ലാതെ ഒരു കർമ്മം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയില്ല. ഒരു
ദിവസം കൊണ്ടും പൂർത്തീകരിക്കപ്പെടുകയില്ല. അനേക വർഷങ്ങൾ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളെ ഒക്കെ ജയിച്ച് നിന്റെ ഉള്ളിൽ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നീ ജീവിതം ചെയ്താൽ ഉന്നതമായ പരമഭാഗ്യം അനുഭവിക്കുവാൻ പറ്റും. ആ ഭാഗ്യത്തിന്റെ പേരാണ് പരമാനന്ദം. ആ പരമാനന്ദ ലോകത്തിൽ സ്ഥാപിച്ച പരമഗുരുവിനെ ആദ്യ തിരുശരീരപ്രകാരം കണ്ടവരാരും ഇന്ന് ഈ കൂട്ടത്തിലില്ല. ആ നമ്മുടെ ശുഭാനന്ദസ്വാമി വെളിയിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഈ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരുമില്ല. പിന്നെ കാണുന്നത് ആരെയാണ്? ആ ശുഭാനന്ദ ഗുരുദേവനെ തന്നെയാണ്. എങ്ങനെ കണ്ടു? ആനന്ദജി ഗുരുദേവനിൽ കണ്ടു, ഗുരുപ്രസാദ് ഗുരുദേവനിൽ കണ്ടു, സദാനന്ദ സിദ്ധ ഗുരുദേവനിൽ കണ്ടു. ഇന്നും അങ്ങനെ കാണുന്നു എന്ന് സമ്മതിക്കുന്നവരെന്ന് കൈയടിച്ച് കേട്ടാട്ടെ. അങ്ങനെ പ്രത്യക്ഷമായി വാഴുന്ന മഹാശക്തിയുടെ ഉന്നതമായ ഈ ശരീരമാറ്റത്തെ ആദ്യ സമയത്ത് അത് വേണ്ടുവോളം അംഗീകരിക്കാൻ സാധുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതൊരിക്കലും അവരുടെ കുറവല്ല. ഇതിനു മുമ്പ് ലോകത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പോയിട്ടൊരാൾ തിരിച്ചു വന്ന് പ്രവർത്തിക്കുമെന്ന് കേട്ടാൽ എങ്ങനെ വിശ്വസിക്കാനാണ്? അവിടെ ഇവിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ശക്തിവിശേഷങ്ങളൊക്കെ കണ്ടു, അതൊന്നും ശാശ്വതമായി നിലനിന്നതുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ അവിശ്വാസത്തിന്റെ നടുവിലേക്കാണ് സത്യത്തിൽ തിരിച്ചുവരവ് നടത്തിയത്. പക്ഷെ വളരെ കുറച്ച് ആളുകൾ എന്റെ ദൈവം പറഞ്ഞതൊന്നും പാഴായിട്ടില്ല എന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി കാത്തിരുന്ന് കരഞ്ഞു. അവരുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവം കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവം കരുണയോടിഞ്ഞു താണിറങ്ങി വന്നു. നടുവിലേക്ക് മഹാശക്തി പരിപൂർണ കലകളോടുകൂടി എഴുന്നള്ളി വന്നു. അത്ഭുത പുരുഷൻ, അമാനുഷികൻ, ആനന്ദവല്ലഭൻ, ആത്മനാഥൻ, ആത്മലോകരക്ഷയ്ക്കായി തിരിച്ചുദയമായി വന്നത് ഉത്രാടൻ ജന്മനക്ഷത്രത്തിൽ ജാതമായ ശരീരത്തിലേക്കാണ്. ആ തിരുവുടലിൽ കൂടി ഉന്നതനാകുന്ന മഹാശക്തി ഇതെല്ലാം ആദ്യ ശരീരവാഴ്ചയിൽ ആ തിരുഹൃദയത്തിൽ തീരുമാനിച്ചിരുന്നു. അതെല്ലാം ഒന്നൊന്നായി ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ച് ആ താരാസ്തുതിയും ആ ജന്മനക്ഷത്ര പരിപാടികളും ആ ഉന്നതമായ 12 ആചാര്യസ്തുതിയും 27 ആചാര്യസ്തുതി, ആ 12 വെള്ളിയാഴ്ച വ്രതം, അങ്ങനെ ഉന്നതമായ ഓരോ കർമ്മങ്ങളെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച് 3 യുഗങ്ങളിലും ചെയ്ത കർമ്മദോഷ ഫലങ്ങളെ ഒഴിവാക്കി നിന്നെ വീണ്ടെടുപ്പാൻ തക്കവിധം മഹനീയമായ കലിയുഗ നിയമങ്ങളെ പാസാക്കിക്കൊണ്ട് കലിയുഗ
പുരുഷോത്തമൻ പ്രത്യക്ഷമായി നിന്ന് ആനന്ദ നടനമാടിയ ആനന്ദജി ഗുരുദേവന്റെ ആ 102ാമത് ജന്മനക്ഷത്രമാണിതാ അടുത്തു വരുന്നത്. ആ ആഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ആ പരിപാടികളൊക്കെ നടത്താൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് ഞായറാഴ്ച ദിനമാണ്. അപ്പോൾ മഹനീയമായ കർമ്മങ്ങളെല്ലാം അന്നേ ദിവസം ഉന്നതമായി നടത്തപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാകും. അപ്പൊ എല്ലാ ഹൃദയങ്ങളും അതിനായി ഒരുക്കപ്പെടട്ടെ. ഇപ്രകാരം ഒരു മഹനീയ വാഴ്ച ലോകരംഗത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് സർവ്വ എതിർപ്പുകളെയും ശത്രുത്വങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പറയനെന്ന് പരിഹസിച്ച നാവുകൊണ്ട് ഭഗവാനെ എന്ന് ഉറക്കെ വിളിക്കുവാൻ തക്ക വിധത്തിലാക്കി തീർത്ത തമ്പുരാനെ എന്ന് ഉറക്കെ വിളിക്കുവാൻ പ്രാപ്തമാക്കിയ ആ അപ്രകാരമുള്ള അനുഭവ സമ്പത്ത് ദാനം ചെയ്തുകൊണ്ട് അനുഭവ ഗുണനിധിയായി വാണിരുന്ന പൊന്നുതിരുമേനിയുടെ ആ ഉന്നതമായ ജന്മനക്ഷത്രം നമുക്ക് അങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. നമുക്ക് അങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. നമുക്ക് ജന്മിയാൻ സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. നമുക്ക് അങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. നമുക്ക് ജന്മിയാൻ സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. ജന്മങ്ങൾക്കു ജന്മിയായവനെ ജന്മങ്ങൾക്കു ജന്മിയായവനെ ജന്മം പൂണ്ട അങ്ങേ വാഴ്ത്തിയിടുന്നേ. ജന്മം പൂണ്ട ജന്മങ്ങൾക്കു ജന്മിയായവനെ ജന്മം പൂണ്ട അങ്ങേ വാഴ്ത്തിയിടുന്നേ. നമുക്കങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. ജന്മിയാൻ സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. ജന്മഭാവം കർമ്മദോഷമെല്ലാം ജന്മഭാവം കർമ്മദോഷമെല്ലാം ജന്മഭാവം കർമ്മദോഷമെല്ലാം തീർത്തെടുത്ത എന്റെ ജന്മിയല്ലേ. ജന്മഭാവം കർമ്മദോഷമെല്ലാം തീർത്തെടുത്ത എന്റെ ജന്മിയല്ലേ. നമുക്കങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. ജന്മിയാം സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. ജീവനാശം തീർത്തു രക്ഷ നൽകി ജീവനാശം തീർത്തു രക്ഷ
നമുക്ക് അങ്ങോട്ടൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. ധന്യ സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. ഓ ധന്യ സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. അങ്ങനെ സർവാത്മാക്കളെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച ജന്മപാപം, കർമ്മദോഷം, ജീവനാശം എല്ലാം തീർത്ത് ഒരു ആത്മാവിനെ ആനന്ദത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അങ്ങനെ ത്യാഗം സഹിച്ച് ഓരോ ആത്മാവിനെയും ആനന്ദത്തിൽ എത്തിച്ച, ഇന്നും എത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ശുഭാനന്ദ തപോശക്തി നിറഞ്ഞു വിളയാടിയ 26 സംവത്സര കാലം, ആത്മബോധോദയ സംഘം ഉള്ള കാലം വരെ ആർക്കും മറക്കാൻ പറ്റുകയില്ല. ഈ പ്രപഞ്ചം നിലകൊള്ളുന്ന സമയം വരെയും ആർക്കും മറക്കുവാൻ കഴിയില്ല. അത്ര അത്ഭുത കലകളോടുകൂടിയാണ് ഭഗവാൻ അതിൽ പ്രകാശിച്ചിരുന്നത്. അതിന്റെ നന്ദിയായി നമുക്ക് ഒത്തുചേർന്ന പുണ്യദിനം ആഘോഷിക്കാം. ഉന്നതമായ ഘോഷയാത്ര, അത് കഴിഞ്ഞു നടക്കുന്ന ആനന്ദം നിറഞ്ഞാടുന്ന സമൂഹാരാധന, അതിരുചികരമായ സദ്യ, വിശിഷ്ട വിശേഷങ്ങളെ വർണ്ണിക്കുന്ന സമ്മേളനം, ആത്മദീപ പ്രകാശയാത്ര, സേവ, കഥകളി എല്ലാം ഒന്നിനൊന്നുവരിയായി മഹാശക്തി നേരിട്ട് നടത്തുമാറാകട്ടെ. ആരെല്ലാം അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊന്നും ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. പ്രകൃതി അതിനായി ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ദേവീ ദേവന്മാർ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഭൂത പരമ്പരകൾ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഭക്തലോകം ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. എല്ലാം മഹാശക്തി സ്വീകരിക്കട്ടെ. ആനന്ദ നടനമാടിക്കൊണ്ട് ഉത്രാടം ജന്മനക്ഷത്രം നടത്തപ്പെടട്ടെ. അത് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകട്ടെ. അതുപോലെ ഉന്നതനാകുന്ന ദൈവം സ്വീകരിച്ചു വാണിരുന്ന മനോമന തിരുടൽ ഈ പ്രപഞ്ചത്തിൽ മറവായ ദിനം, മഹാസമാധി ദിനാചരണം, ഭക്തിയോടുകൂടി എല്ലാവരും ആ ദിനം ആചരിക്കുക. അത് ജൂലൈ മാസം 29-ാം തീയതിയാണ്. ആ ദിനം ഭക്തിയോടുകൂടി എല്ലാവരും ആചരിക്കുക. നിയമപുസ്തകത്തിൽ പറയുന്ന നിയമപ്രകാരം തന്നെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ട. അതിൽ പറയുന്ന പ്രകാരം അനുഷ്ഠിച്ചാൽ മതി. ഭഗവാൻ സ്വീകരിച്ചുകൊള്ളും, നിങ്ങളെ അനുഗ്രഹിച്ചുകൊള്ളും. അതുപോലെ താരാസ്തുതി മഹായജ്ഞം ഇപ്പോഴും വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ താരാസ്തുതിയുടെ മഹത്വം. അതുപോലെ ഓരോ ഹൃദയങ്ങളിലും അനുഭവമായ അനേകം സ്തുതികൾ ഉണ്ടാവും. ഈ സ്തുതിയുടെയൊക്കെ മഹത്വം നമ്മളിൽ അനുഭവമായത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയം അതുപോലെ ഒരുങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്രാവശ്യവും താരാസ്തുതി അതേ നിലയിൽ തന്നെ നടത്തുവാൻ ദൈവം തീരുമാനിക്കുന്നു. അത് അനുഭവമാകണമെങ്കിൽ അതിന്റെ വ്യവസ്ഥ പ്രകാരം വ്രതമെടുത്തുകൊണ്ട് വരണം. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗവും കൃത്യമായി പഠിച്ചിരിക്കണം. ആ 21 ദിവസത്തെ അതിപരിശുദ്ധമായ വ്രതം ഉണ്ടാകണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ സുഖം അനുഭവിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. എങ്കിലേ ദോഷം ഒഴിയുകയുള്ളൂ. എങ്കിലേ നാശം മാറുകയുള്ളൂ. ആ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കി ഗുരുവിന്റെ ഇഷ്ടമായി ജീവിതം ചെയ്യുവാൻ സർവശക്തി താരാസ്തുതിയിൽ കൂടി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായി താരാസ്തുതി നടത്തപ്പെടട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യങ്ങളോടും കൂടി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉൾക്കാഴ്ച സിദ്ധിച്ചിട്ടുള്ളവർക്ക് അത് കാണുവാനുള്ള അവസരമുണ്ടാകുന്നു. അതിന്റെ പ്രഭാവം അത് വർണ്ണിപ്പാവതല്ല. ആ മർത്യഹൃദയങ്ങളിൽ അത് രൂപപ്പെട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെതായ തപസ് വേണം. ആ നിലയിൽ രൂപീകരിക്കും
രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മഹാഗോപുരത്തെ ഏറ്റവും വേഗം പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി പ്രദാനം ചെയ്യുവാൻ ആത്മനാഥനോട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ കാരുണ്യത്താൽ അതിന്റെ ഉന്നതമായ രൂപത്തെ ഉള്ളും പുറവും അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തക്കവിധം ആ ആത്മദീപമായ ഒരു ജന്മത്തെ നിലനിർത്തിയിരിക്കുന്നു. ആയുസ്സോടെയും ആരോഗ്യത്തോടെയും മഹാശക്തി കരുതണമേ എന്ന് നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ എല്ലാം ഓർത്തിതാ പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിൽ ഈ സത്യത്തിൽ കൂടി ജീവിതം ചെയ്ത് ഉന്നതമായ ആനന്ദം കരസ്ഥമാക്കുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ഈ ദിവസം വന്നുചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഞാനിതാ ദർശിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആരാധനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങൾ കഴിയുന്ന എന്റെ മനോമനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓ അത്തലാപത്തുകൾ കൂടാതെ ആപത്തനർത്ഥങ്ങൾ കൂടാതെ സർവശക്തിയുടെ മഹാതൃക്കരങ്ങൾ എല്ലാവരെയും കരുതി രക്ഷിക്കട്ടെ. നിങ്ങളുടെ വടക്കയാത്രയിൽ ദൈവം കൂട്ടായിരിക്കട്ടെ. വീണ്ടും വന്ന് കാണും വരെ ഈ ആനന്ദം നിലനിൽക്കുമാറാകട്ടെ. സർവശക്തി നിറഞ്ഞ് പ്രകാശിച്ച് നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. സത്യശുഭാനന്ദ തപോശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. സർവദാ നിറഞ്ഞു വാഴുമാറാകട്ടെ. ആനന്ദരൂപനായി വാഴുമാറാകട്ടെ. ദയാവരനായി വാഴുമാറാകട്ടെ. കരുണാനിധിയായി വാഴുമാറാകട്ടെ. ആർക്കും ആരാധ്യനായി വാഴുമാറാകട്ടെ. ആനന്ദജിന്മയൻ വാഴുമാറാകട്ടെ. നമുക്കങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. നമുക്കങ്ങൊത്തൊരുമിച്ചു ജന്മദിനം ആഘോഷിക്കാം. ജന്മിയാം സദ്ഗുരുവിൽ ജന്മദിനമാണല്ലോ. നമുക്കങ്ങൊത്തൊരുമിച്ചു നമ്മുടെ 102ാമത് ഉത്രാടം ജന്മനക്ഷത്രത്തിൻ്റെ നോട്ടീസ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. എങ്കിലും ആവശ്യമുള്ളവർ ഈ നോട്ടീസ് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഒരു പ്രകാശന കർമ്മം ഇവിടെ നടത്തുകയാണ്. നമുക്ക് വിശിഷ്ടാതിഥികളുടെ പേരുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്, അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായി നമ്മുടെ ഡൽഹി ശുഭാനന്ദ ആശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ദിനേശ് സാറിന് ഇത് കൊടുത്ത് ഇപ്പോൾ പ്രകാശനം ചെയ്യുക. ഓ